ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ ഒരു വിതക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. 4 സ്ഥലങ്ങളിൽ വിത്ത് വീഴുന്നതായിട്ടാണ് ഉപമ പറയുക. വഴിയരികിൽ വീഴുന്നുണ്ട്, പാറപ്പുറത്ത് വീഴുന്നുണ്ട്, മുള്ളുകളുടെ ഇടയിൽ വീഴുന്നുണ്ട്. 4ാമത് വീണ സ്ഥലത്തെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 8-ാം തിരുവചനം. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. ആദ്യത്തെ 3 വിത്തുകൾ വീണ സ്ഥലം പാഴായ സ്ഥലമാണെങ്കിൽ, ആ വിത്തുകൾ പാഴായി പോയെങ്കിൽ ബാക്കി ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ വീണു. നല്ല മണ്ണിൽ വീണ വിത്ത് അത് ആ മണ്ണുമായിട്ട് പരുവപ്പെട്ടുകൊണ്ട് ഫലങ്ങൾ ചൂടാൻ തുടങ്ങി. പല മടങ്ങുകളായിട്ട് ഫലങ്ങൾ തരാൻ തുടങ്ങി. നീ ദൈവം നിക്ഷേപിച്ച നല്ല വിത്ത, ദൈവം കരുതി വച്ചിരിക്കുന്ന നല്ല വിത്ത, നല്ല ഫലങ്ങൾ ധാരാളം ചൂടേണ്ട വ്യക്തിയാണ്. അതിന് നല്ല മണ്ണുമായിട്ട് യോജിച്ചേ പറ്റൂ. നല്ല മണ്ണിൽ വളർന്നു വന്നേ പറ്റൂ. നീ ആയിരിക്കുന്ന സ്ഥലങ്ങളെ നല്ല വളക്കൂറുള്ള മണ്ണാക്കി തീർക്കുവാനായിട്ട്, അത് നിൻ്റെ ഫാമിലി ആകട്ടെ, നിൻ്റെ ജോലി സ്ഥലങ്ങളാകട്ടെ, നീ വ്യാപരിക്കുന്ന ഏതെങ്കിലും മേഖലകളാകട്ടെ, ആയിരിക്കുന്ന മേഖലകളെ വളക്കൂറുള്ളതാക്കി തീർക്കാൻ നിനക്ക് സാധിക്കട്ടെ. ആക്കി തീർത്താൽ മാത്രം പോരാ, അവിടെ നിന്നുകൊണ്ട് പടർന്ന് പന്തലിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ധാരാളം ഫലം ചൂടാനായിട്ട് നിനക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ. ഈശോയെ, നിനക്ക് വേണ്ടി ധാരാളം ഫലം ചൂടുവാനായിട്ട്, നല്ല വളക്കൂറുള്ള മണ്ണിൽ വളർന്ന് പന്തലിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.